നക്ഷത്ര ഗോൾഡൻസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലയാറ്റൂരാണ്. മലയാറ്റൂർ മലയും കയറി പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല കയറ്റം, പൊന്മല കയറാണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് എന്തായാലും അവരെ കൊണ്ട് ഒരുപാട് ഗെയിമുകൾ കളിപ്പിക്കണം, പാട്ട് പാടിപ്പിക്കണം. പിന്നെ നമ്മൾ ബിന്ദു പണിക്കരുടെ ഡയലോഗ് ഉണ്ടല്ലോ, എടാ ശോക പറയടാ എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടോടാ, റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു, അങ്ങനെയുള്ള കുറേ സിനിമാ നടിമാരുടെ ഡയലോഗുകൾ, പാട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ മലയാറ്റൂരിൽ ഈ ഒരു സ്ഥലം ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളിയാക്കാൻ പോകണം, കളർഫുള്ളാക്കാൻ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് റെഡിയാണ്. പേരെന്താ മോളെ? ഡിൽന. ഓക്കെ, മോളുടെ പേരെന്താ? ആൻജോ. ഓക്കെ, എത്ര ക്ലാസ്സിൽ പഠിക്കണം രണ്ടുപേരും? ഞാൻ +2 കഴിഞ്ഞു. ഞാൻ 6ലാണ്. ഓക്കെ, വെക്കേഷൻ ഒക്കെ അല്ലേ ഇപ്പോൾ? ഓക്കെ, വെക്കേഷൻ ആയിട്ട് എന്താണ് പരിപാടി? ഇങ്ങനെ വീട്ടിലെ ബുദ്ധിമുട്ടിച്ച് നടക്കണല്ലേ? എന്താണ് അടുത്ത പ്ലാൻ? എന്താണ് മോളുടെ പ്ലാൻ? മാർക്ക് വന്നിട്ടാവോന്ന് ഓർത്ത്. ഓക്കെ, പാസ്സായ എന്തെങ്കിലും കോഴ്സിന് പോവാം, പാസ്സായില്ലെങ്കിൽ പാസ്സാവും. ഓക്കെ, പഠിക്കുന്ന കുട്ടിയാണോ? അത്യാവശ്യം പഠിക്കുന്ന വെച്ചാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഞങ്ങൾ വരുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ്. കേട്ടിട്ടുണ്ടോ പെരുമ്പാവൂരുള്ള? ഓക്കെ, ഇതിൽ ആരാണ് പാട്ട് പാടുന്ന? ആരാണ്? മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി പറയുന്നതിൻ്റെ വരുമോ ചാരേ നിന്നച്ഛൻ. അത്രേ ഉള്ളൂ. കണ്ട കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പാടി വെച്ചേക്കണേണ്. ഓക്കെ, ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയാം. അത് ഏത് സിനിമയിലാണെന്ന് പറയണം. സിനിമയൊക്കെ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടൻ ആരാ? വിജയാണ്. ഓക്കെ, വിജയുടെ വേണ്ട, നമ്മൾ വേറെ നടൻ്റെ ഒരു സിനിമയിലെ ഡയലോഗ് പറയാം. കുറച്ച് സമയം എടുത്തെങ്കിലും ഞാൻ നിന്നെ കൊണ്ടേ പോവുള്ളൂ. ഏതാ സിനിമ? ദിലീപിന്റെ സിനിമയിലെ ഡയലോഗാ. തും കുത്താ മേം കുത്താ പ്യാർ. ഏതാ പടം? CID മൂസ. അടിപൊളി. CID മൂസ ദിലീപിനെ ഇഷ്ടമാണോ? ദിലീപിന്റെ? ഓക്കെ, അപ്പോൾ അടിപൊളി. എന്തായാലും അടിപൊളിയായിട്ട് പാട്ട് പാടി. താൻ എന്തായാലും പാട്ട് പാടിയിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല. താങ്ക് യു. അപ്പോൾ അടുത്ത പാർട്ടിസിപ്പൻറ്റ് റെഡിയാണ്. ഞാൻ ഈ കാറിൽ ചാരി നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് താൻ ആരോടെ ഞങ്ങളുടെ കാറിൽ ചാരിക്കാൻ മാറിക്കിടുമെന്ന് പറഞ്ഞു. എന്തിനാ ചേച്ചി ഇങ്ങനെ വളരെ പാവപ്പെട്ട ഞങ്ങളോടൊക്കെ കാറിൽ നിന്നൊക്കെ മാറിക്കാൻ പറഞ്ഞേ? എന്താ ടീച്ചറുടെ പേര്? ഈ ദേഷ്യപ്പെട്ട ടീച്ചർ പേരെന്താ? ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ടില്ല, പാവം ഉണ്ടാ. ഈ ടീച്ചറുടെ കാറും അല്ല, എൻ്റെ കാറും അല്ല. വെറുതെ ഇവിടെ കാറിൽ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. എന്താ ടീച്ചറുടെ പേര്? ജോസ്ന. എന്താ മോളുടെ പേര്? ഡോണ. ഓക്കെ, അടിപൊളി. ഞങ്ങൾ പണ്ട് +2 പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു ക്ലാസ്സിൽ ക്വസ്റ്റൻ ഉണ്ടായി. കൊച്ചിൻ്റെ പേര് ഡോണ നല്ലായിരുന്നു. ഓക്കെ, ചമ്മിയില്ലേ ഇപ്പം? ഓക്കെ, എന്താ ചെയ്യുന്നത് ചേച്ചി? ഹൗസ് വൈഫാണ്. ഞാൻ +1 കഴിഞ്ഞു. നേരത്തെ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ ചോദിക്കേണ്ട? കുസൃതി ചോദ്യം ചോദിക്കണോ? ടങ് ട്വിസ്റ്ററൊക്കെ ഇഷ്ടമാണോ? ചേട്ടൻ്റെ ഇഷ്ടം. എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം. അന്ന് ഓക്കെ, സിനിമയിലെ ഡയലോഗ് പറയാം. ഞങ്ങളുടെ അവിടുത്തെ പുഷ്പലത ചേച്ചി മേക്കപ്പ് ചെയ്തതാ. ഏതാ സിനിമ? ഞങ്ങളുടെ അവിടുത്തെ പുഷ്പല. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ഞങ്ങളുടെ അവിടുത്തെ പുഷ്പലത ചേച്ചി മേക്കപ്പ് ചെയ്താ. മേക്കപ്പ് ഓവറാണോ ചേട്ടാ? മേക്കപ്പ് ഓവറാണ് ചേട്ടാ. ഫുൾ ഡയലോഗ് പറ. ഞങ്ങളുടെ അവിടുത്തെ പുഷ്പലത ചേച്ചി മേക്കപ്പ് ചെയ്തതാ. മേക്കപ്പ് ഓവറാണ് ചേട്ടാ. ഓക്കെ, അടിപൊളി. അപ്പോൾ ചേച്ചിക്ക് അത് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം. താങ്ക് യു. അപ്പോൾ അടുത്തൊരു ഫാമിലി റെഡിയാണ്. ചേച്ചി പേരെന്താ? അനു. ജോജിൻ. ആലു. എന്താ മോളുടെ പേരെന്താ? ആലിയ. സിനിമയൊക്കെ കാണുന്ന ആളുകളാണോ? സിനിമ ഞാൻ കുറവാ. ഓക്കെ, നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആണ്. ചേച്ചി ലവ് മാരേജ് ആയ സമയത്ത് ആരാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞു? ചേട്ടനെ പറഞ്ഞു. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആരാ ആദ്യം ഇഷ്ടമെന്ന് പറഞ്ഞേ? ചേട്ടനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ചേട്ടാ അന്ന് പ്രപ്പോസ് ചെയ്ത പോലെ ഒന്ന് ചേച്ചി ഗംഭീരമായിട്ട് പ്രപ്പോസ് ചെയ്തേ. അപ്പം ഞാനൊരു സിനിമയിലെ അല്ലെങ്കിൽ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഏറ്റവും മോശമായ കൃതി ഏതാണ്? കുസൃതി ചോദ്യം ഉണ്ട്. ഏറ്റവും മോശമായ കൃതി? വികൃതി. ഓ, അടിപൊളി ചേച്ചി, കൊള്ളാം. എന്തായാലും ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയാം. അത് കറക്റ്റ് അതുപോലെ തന്നെ എന്നോട് ആക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സമ്മാനമുണ്ട്. ഓക്കെ, ബിന്ദു പണിക്കർ കേട്ടിട്ടില്ലേ? ബിന്ദു പണിക്കർ ഡയലോഗ് ഉണ്ട്. എടാ അശോക, അതെങ്ങനെ അവറ്റോൾക്കൊന്നും എന്നോട് സ്നേഹമില്ലല്ലോ, റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ പോലെ. എടാ അശോക, അല്ലല്ലോ അവറ്റോൾക്കൊന്നും. എടാ അശോക. പറഞ്ഞോ. എടാ അശോക, അവറ്റോൾക്കൊന്നും എന്നോട് സ്നേഹമില്ലല്ലോ, അല്ലെങ്കിൽ അവറ്റോൾക്ക് എന്നോടൊന്നും സ്നേഹമില്ലല്ലോ, റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അടിപൊളിയായിട്ട് ഡയലോഗ് പറഞ്ഞു. അപ്പൊ എന്തായാലും മോൻ ആരാ പാട്ട് പാടുന്നവരാണ്? രണ്ടുപേരും മിടുക്കന്മാരാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കൊച്ചി ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. മോക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി. മിന്ന മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാ തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല, ഒന്നാമത്തെ ടോണിയിലേറെ പൊന്നാരമ്പിളി വന്നിറങ്ങുമ്പോൾ തന്നിടാം ഒരു പൊന്നോല. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി. എന്തായാലും അടിപൊളിയായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടിയപ്പോൾ എന്തായാലും മോക്ക് ഒരു സമ്മാനം കൂടി ഉണ്ട് കേട്ടോ. സന്തോഷമായോ? ഓക്കെ, നമ്മൾ മലയാറ്റൂർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ പറയുക, ചേട്ടൻ എഴുതി വെക്കുകയാണല്ലേ. അത് മാത്രമല്ല, ചേട്ടൻ എല്ലാ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടും കാറ് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് വേതനമൊന്നും കിട്ടുന്നില്ല. എന്നാലും ചേട്ടൻ്റെ ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത, അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം
എന്താ പറയുക വളരെ നന്നായിട്ട് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ സാധാരണ ആളുകൾ നമ്മുടെ അടുത്തേക്ക് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു വരാറുണ്ട്. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ചേട്ടൻ്റെ അടുത്തേക്ക് നേരിട്ട് വന്നാണ് അല്ലേ? നക്ഷത്ര ഗോൾഡ് മിൻസ് എന്നാണ് ഞങ്ങൾ വരുന്നത്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പെരുമ്പാവൂരുള്ള അല്ലേ? ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നക്ഷത്ര ഗോൾഡ് മിൻസ് വന്നിട്ട് എത്ര വർഷമായി പെരുമ്പാവൂർ? ഞാൻ എൻ്റെ സ്വന്തം വീട് ഇടുക്കിയിലാണ് കേട്ടോ. വെറുതെ ഒരു ഊഹം പറഞ്ഞോ, സമ്മാനം തരുമെന്ന് വെറുതെ ഒരു ഊഹം പറഞ്ഞോ. നമ്മൾ ഈ കറക്കി കുത്തി എറിയാന്നൊക്കെ പറയില്ലേ, അതുപോലൊരു. എൻ്റെ അറിവിൽ ഒരു 3 വർഷമായിരിക്കും. 3 അല്ല 3 കൂടുതലുണ്ട്. ഒരു ഏറും കൂടെ എറി കറക്കി കുത്തി. കൂടുതലായി കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. 10 ഞാൻ പറയും. 10 ഞാൻ പറയാം. എന്നാൽ ഞാനും പറയുന്നു 10. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ, നമ്മൾ അല്ലേ ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ ചൂട് സമയത്തൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. അത് മാത്രമല്ല നമ്മൾ വെറുതെ ചോദിച്ചു, കറക്കി കുത്തി ഒരു ആൻസർ പറഞ്ഞോ ചേട്ടൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ചേട്ടന് നമ്മൾ സമ്മാനം തരുമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ചേട്ടൻ കറക്കി കുത്തി തന്നെ ആൻസർ പറഞ്ഞു 10 അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സമ്മാനം. എവിടെ സ്ഥലം എവിടെയാ? തൊടുപുഴ. ഞങ്ങൾ തൊടുപുഴക്കാരാണേ അല്ലേ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞു. നിങ്ങളുടെ സ്റ്റൈലിൽ പറ. തൊടുപുഴക്കാർ പറയുന്നൊരു വാക്കുണ്ടല്ലോ അല്ലേ? എന്നാ പറയാനാന്നേ അല്ലേ? പോയാർന്നോ? വന്നാർന്നോ? കേട്ടാർന്നോ? അറിഞ്ഞാർന്നോ? അല്ല, അങ്ങനെയല്ല സംസാരിക്കണം നിങ്ങൾ. ചേച്ചിയുടെ ചിരി ഭയങ്കര മനോഹരമായ ചിരിയാണ്. ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചിരി നല്ലതാണെന്ന് അല്ലേ? ഓക്കെ, സിനിമ കാണുന്ന ആളാണോ? ഞങ്ങൾ വരുന്ന പെരുമ്പാവൂർ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ്. കേട്ടിട്ടുണ്ടോ? നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എവിടെ കേട്ടിട്ടുള്ളത്? ഇൻസ്റ്റയിൽ കേൾക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്ന രാജ്യം ഏതാണ്? ദുബായ് ആണോ? യെസ്, കറക്റ്റ് ആൻസർ. കൈയടിച്ചോ? വെറുതെ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്ന രാജ്യം കേരളം. ചേച്ചി എന്താ ചെയ്യുന്നത് പറ. എന്താ എനിക്ക് ടെക്സ്റ്റൈൽ ഷോപ്പാ. ടീച്ചറാന്ന് പറയുന്നത് ഭാഗ്യം. പണ്ട് ഇതുപോലെ നമ്മൾ ടീച്ചറിനോട് വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് വെച്ചപ്പോൾ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ പറഞ്ഞു പിണറായി വിജയൻ. യെസ്, പിണറായി വിജയൻ, ഐ നോ. അതുപോലെ രാജ്യം എന്ന് വെച്ചപ്പോൾ കേരളം. ഇന്ത്യ കറക്റ്റ് ആൻസർ. ഓക്കെ, സന്തോഷമായില്ലേ? തോർത്തുകൾ നല്ല തോർത്തുകൾ പറഞ്ഞേ. തോർത്തുകൾ നല്ല തോർത്തുകൾ. നീലത്തോർത്ത്, പച്ചത്തോർത്ത്, മഞ്ഞത്തോർത്ത്. നീലത്തോർത്ത്, പച്ചത്തോർത്ത്, മഞ്ഞത്തോർത്ത്, വെയിൽ കൊള്ളാതെ പോകാം. അങ്ങനെ എല്ലാ തോർത്തുകളിലും. ചേട്ടൻ്റെ പേര്? സൈനുദ്ദീൻ. ഓക്കെ, പഴയൊരു സിനിമാ നടന്റെ പേരാണത് അല്ലേ? ആണോ? ആണ്. ഓക്കെ, സത്യമാണോ? ഞാൻ വെറുതെ പറഞ്ഞ. ഓ, കറക്റ്റ്, എല്ലാം അറിയാം. ഓക്കെ, എത്ര നാളായി മുറുക്ക് തുടങ്ങിയിട്ട്? ഒരു 10 വർഷമായി. 10 വർഷം. അതിനു മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് സിഗരറ്റ് വലി ഉണ്ടായിരുന്നു. എന്താ അന്തസ്സായിട്ടാണ് പറയുന്നത്. അതൊക്കെ വലിയ കാര്യമാണല്ലേ? മിടുക്കൻ. കാരണം നമ്മുടെ ആ ഫീൽഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ബീഡി വലി മുറുക്കൊക്കെ? ഒന്നുമില്ല. ആ കാര്യത്തിലൊക്കെ മിടുക്കനായിട്ട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കണ്ടുപഠിക്കണം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പുതിയ തലമുറ കണ്ടുപഠിക്കണം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ല. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടികളാണ് ഇതൊക്കെ. നല്ല പ്രായം കഴിഞ്ഞിട്ടാണ് മുറുക്കൊക്കെ തുടങ്ങിയത്. ഈ മുറുക്കുമ്പോൾ പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? മുറുക്കരുതെന്നാണോ? ഇതൊന്നും വേണ്ട? ഇല്ല, മുറുക്ക് വലിയ ഓരോരുത്തർ ഇഷ്ടമാണല്ലേ? ഇഷ്ടവും തന്നെയുമല്ല. മുറുക്കെന്ന് പറയുന്നത് നമുക്ക് വലിയ മറ്റുള്ള ഇതുപോലല്ല, ലഹരിയല്ല. അതുകൊണ്ട് മുറുക്കാം അല്ലേ? മുറുക്കാം. കൊച്ചു കള്ളൻ അങ്ങ് മുറുക്കി നടക്കുക. ഇപ്പോഴും മുറുക്കി തുപ്പി നടക്കണേ അല്ലേ? ഒരു പാട്ട് പാടിക്കോ. പച്ചത്തോർത്ത്, നീലത്തോർത്ത്, മഞ്ഞത്തോർത്ത്, വെള്ളത്തോർത്ത്, തോർത്തുകൾ നല്ല തോർത്തുകൾ. ആ ഒരു കച്ചവടക്കാരനാണ് കേട്ടോ. നമ്മൾ വെറുതെ ഇവിടെ കുറേ നേരമായിട്ട് വെയിൽ കൊള്ളുന്നവരും അല്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. ബാക്കി പാട്. ഒന്നും അറിയില്ല പുള്ളിക്ക്. മുറുകാൻ മാത്രമേ അറിയത്തുള്ളൂ. പിടിച്ചോ. തോർത്തുകൾ നല്ല തോർത്തുകൾ, പച്ചത്തോർത്ത്, നീലത്തോർത്ത്, അങ്ങനെ കുറെ ഗംഭീരമായിട്ടുള്ള പാട്ടൊക്കെ നമ്മൾ പാടിച്ചു. മെയ് 10-ാം തീയതിയാണ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ്. എന്തായാലും ഒരു തരി പൊന്നെടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ്. മറ്റെവിടെയൊന്നുമല്ല, പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന്. അപ്പം എന്തായാലും ഇന്ന് മലയാറ്റൂരിൽ നിന്ന് വിട പറയുന്ന സമയമാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാമായിരിക്കും. ബൈ. ഇനി പെരുമ്പാവൂരിന് മൊഞ്ച് കൂടും.